ഭാവിയിൽ നടക്കാൻ പോകുന്ന യുദ്ധങ്ങളിൽ ആധുനിക ആയുധങ്ങളെക്കാൾ പ്രധാനം ശത്രുക്കളുടെ നീക്കത്തെ കൃത്യമായി തിരിച്ചറിയുന്ന ശക്തമായ റഡാറുകൾ ആണെന്ന് പറയാറുണ്ട്. യുദ്ധതന്ത്രങ്ങൾ മാറുന്ന ലോകത്ത് ഇന്ത്യ സമാനതകളില്ലാത്ത സ്റ്റെൽത്ത് ഭീഷണിയാണ് ഭാവിയിൽ നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ചൈനയിൽ നിന്ന് സ്റ്റെൽത്ത് വിമാനങ്ങളെ വളരെ ദൂരെ നിന്ന് കണ്ടെത്താൻ ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന റഡാറുകളാണ്. വളരെ ദൂരെ നിന്ന് തിരിച്ചറിയാനാകുമെങ്കിലും ഇവയെ കൃത്യമായി ലക്ഷ്യമാക്കാൻ ഇത്തരം റഡാറുകൾക്ക് സാധിക്കില്ല. ഇത് പ്രതിരോധം ദുർഘടമാക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ പുതിയ തരം റഡാർ വികസിപ്പിക്കേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്നു. അതിനൂതനമായ ക്വാണ്ടം സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്ന റഡാറാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. എങ്കിലും ആദ്യപടിയായി ഫോട്ടോണിക് റഡാർ ആണ് ഇപ്പോൾ വികസിപ്പിച്ചത്. ഈ സാങ്കേതികവിദ്യയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് റഡാർ സാങ്കേതികവിദ്യയിൽ അത്യാധുനിക സംവിധാനം വികസിപ്പിച്ചെടുത്തത്. പ്രകാശ തരംഗങ്ങളെ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്ന ഫോട്ടോണിക് റഡാർ ആണ് DRDO വികസിപ്പിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ പോകുന്ന നേട്ടമാണ് DRDO ആർജിച്ചിരിക്കുന്നത്. പരമ്പരാഗത റഡാറുകൾ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് വസ്തുക്കളെ തിരിച്ചറിയുന്നത്. എന്നാൽ ഇത്തരം ഫ്രീക്വൻസികളെ ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ തിരികെ മറ്റൊരു ദിശയിലേക്ക് പ്രതിഫലിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ ഇത്തരം റഡാറുകൾക്ക് പ്രയാസമാണ്. എന്നാൽ ഇത്തരം 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ പോലും കണ്ടെത്താൻ സാധിക്കുന്നവയാണ് ഇപ്പോഴത്തെ ഫോട്ടോണിക് റഡാറുകൾ. വളരെ ചെറിയ ഡ്രോണുകൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ, സ്റ്റെൽത്ത് മിസൈലുകൾ തുടങ്ങിയവയെ ഇവയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല നിലവിലെ ഇലക്ട്രോണിക് ആയുധ സംവിധാനങ്ങൾക്ക് ഇവയെ ജാം ചെയ്യാനും സാധിക്കില്ല. ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതികവിദ്യ കൈവശമുള്ളത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും വളരെ പെട്ടെന്ന് കൃത്യമായി ഏത് വസ്തുവിനെയും തിരിച്ചറിയാൻ സാധിക്കുന്നവയാണ് ഫോട്ടോണിക് റഡാറുകൾ. റഡാർ സാങ്കേതികവിദ്യയിലെ വിപ്ലവകരമായ കണ്ടുപിടുത്തമാണ്. വളരെ കുറഞ്ഞ ഊർജ്ജ ഉപയോഗം മറ്റൊരു നേട്ടമാണ്. നിലവിൽ അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾ ഈ മേഖലയിൽ വളരെ മുന്നിലാണ്. ഇസ്രയേലും ഇത്തരം റഡാർ വികസനത്തിന് വലിയ തോതിൽ പണം മുടക്കുന്നുണ്ട്. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന കാലാവസ്ഥയിൽ ഇവയുടെ പരീക്ഷണം പലപ്പോഴായി നടത്താനാണ് പ്ലാൻ. വിജയകരമായാൽ സുഖോയ് 30, തേജസ്, റഫാൽ വിമാനങ്ങളിലും ഇന്ത്യയുടെ അതിർത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും പഴയ റഡാറുകൾ മാറ്റി ഇവ സ്ഥാനം പിടിക്കും. ചൈനയും പാകിസ്ഥാനും ഇനി പേടിക്കേണ്ടി വരും. ചെങ്ഡു J-20, ഷെനാങ് J-35 എന്നിവ ചൈനയുടെ പുതിയ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ്. പാകിസ്ഥാന്റെ കയ്യിലും ഇത്തരം സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുണ്ട്. തുർക്കി നൽകിയ തായ് TF-CAN, ചൈനയിൽ നിന്ന് വാങ്ങിയ J-20 എന്നിവ ഇതിൽപ്പെടുന്നു. എന്നാൽ ഇവ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നാൽ ഇന്ത്യയുടെ ഫോട്ടോണിക് റഡാറുകൾ അവയെ കൃത്യമായി അടയാളപ്പെടുത്തി. ഇന്ത്യയുടെ റഡാർ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഈ ഫോട്ടോണിക് റഡാർ കൊണ്ടുവരുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യ, ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖയിലും പാക് അതിർത്തിയിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകാൻ ഉപയോഗിക്കുന്ന അവാക്സ് വിമാനങ്ങളിലും ഈ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ റഡാറുകൾ സ്ഥാപിക്കും. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റവും പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകലുമൊക്കെ അവിടുത്തെ റഡാർ സംവിധാനത്തിന്റെ പോരായ്മകളാണ്. കുന്നിന് പിറകിൽ ഒളിച്ചിരുന്ന അമേരിക്കൻ സ്റ്റെൽത്ത് വിമാനങ്ങളായ F-35 ഒറ്റയടിക്ക് കൂട്ടത്തോടെ പറന്നു ചെന്നപ്പോൾ അതിനെ അടയാളപ്പെടുത്തുന്നതിൽ വെനസ്വേലയിലുള്ള റഡാറുകളെല്ലാം പരാജയപ്പെട്ടിരുന്നു. ക്വാണ്ടം റഡാറിനെയും ഫോട്ടോണിക് റഡാറിനെയും സമന്വയിപ്പിച്ചുള്ള ഒരു സംവിധാനമാകും ഇന്ത്യയിൽ DRDO അണിയിച്ചൊരുക്കുക. ഇത് കൃത്യത വർദ്ധിപ്പിക്കും. എന്നാൽ ക്വാണ്ടം റഡാറുകൾക്ക് അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ മറികടക്കേണ്ടതുണ്ട്. ക്വാണ്ടം സംവിധാനങ്ങൾക്ക് തടസ്സമില്ലാതെ പ്രവർത്തിക്കണമെങ്കിൽ ക്രയോജനിക് കൂളിംഗ് സിസ്റ്റം വേണം. അതിന് വലിയ തോതിൽ ഊർജ്ജം ആവശ്യമാണ്. അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ DRDO.